കൊച്ചി ചെറായി ബീച്ചിൽ ആനയുടെ ജഡം പെരിയാറിലൂടെ ജഡം കടലിൽ ഒഴുകിയെത്തി എന്നാണ് സംശയം. അരുൺ ശങ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുണിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. ഇത് ചെറായി ബീച്ചാണ്. കൊച്ചിയിലെ ചെറായി ബീച്ചിലാണ് ഈ ആനയുടെ ജഡം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ, നമുക്ക് ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? കുട്ടിയാനയാണ് എന്നൊക്കെ ആരോ പറയുന്നത്, എനിക്ക് തോന്നുന്നു വീഡിയോ ചിത്രീകരിച്ച ആളായിരിക്കും, അത് പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതെ, വീഡിയോ ചിത്രീകരിച്ച ആളാണ് കുട്ടിയാനയാണെന്ന് പറയുന്നത്. അത് തന്നെയാണ് നമുക്കൊരു സംശയം ഉണ്ടായിരിക്കുന്നത്. അതായത് കുട്ടമ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയാനയുടെ ജഡം നാട്ടുകാർ കണ്ടിരുന്നു. പക്ഷേ വനംവകുപ്പ് പിന്നീട് നടത്തിയ തിരച്ചിലിൽ ഈ ആനയുടെ ജഡം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് 5ഓളം ആനകളുടെ ജഡം വനംവകുപ്പ് കണ്ടെടുത്തിരുന്നു. പക്ഷേ ഈ അവസാനം കണ്ട കുട്ടിയാനയുടെ ജഡം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതാകാം ഇപ്പോൾ പുഴയിലൂടെ ഒഴുകി അറബിക്കടലിൽ എത്തിയത് എന്നുള്ളതാണ് സംശയിക്കുന്നത്. വൈകിട്ടോട് കൂടിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഈ ആനയുടെ ജഡം പെടുന്നത്. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചപ്പോൾ പോലീസ് വനംവകുപ്പിനെ വിവരം അറിയിച്ചിരിക്കുകയാണ്. ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ആ ജഡം കണ്ടാൽ തന്നെ മനസ്സിലാകും, ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ അവിടെയുള്ളവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ ആനയുടെ മസ്തകം വേർപെട്ട് പോയി എന്നുള്ളതാണ്. ഈ ശക്തമായ തിരമാലയിൽപ്പെട്ട് ആനയുടെ മസ്തകം വേർപെട്ട് പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ശരി, അരുണിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിലെ ചെറായി ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മളിപ്പോ സംശയിക്കുന്നത് ഇതൊരു കുട്ടിയാനയുടെ ജഡം എന്നാണ് നമുക്ക് പ്രാഥമികമായി ഉള്ളൊരു സംശയം. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുട്ടമ്പുഴയിൽ ഒരു കുട്ടിയാനയുടെ ജഡം കണ്ടെത്തിയെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ കണ്ടിരുന്നു. അത് വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പ് അവിടെ എത്തിയ സമയത്തേക്ക് പക്ഷേ ഈ ജഡം കാണാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയതാണോ, അങ്ങനെ അറബിക്കടലിൽ വന്ന് അടിഞ്ഞതാണോ എന്നുള്ളതാണ് പ്രാഥമികമായ സംശയം മാത്രമാണ്. അങ്ങനെ ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വിഷയം പോലീസ് വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അവർ ഉടൻ തന്നെ എത്തും.